നമസ്കാരം. പുത്തൻ അധ്യയന വർഷത്തിലേക്കുള്ള അവധിക്കാല അധ്യാപക പരിവർത്തന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കേരളം സഹോദര സംസ്ഥാനങ്ങൾക്ക് മിക്കവാറും എല്ലാ കാര്യങ്ങളിലും നല്ല മാതൃക തന്നെയാണ്. നിതി ആയോഗിൻ്റെ ഈ അടുത്തു വന്ന റിപ്പോർട്ടിൽ വിദ്യാഭ്യാസ രംഗത്തിലും നമ്മൾ ഒരുപടി മുന്നിൽ തന്നെ. ഈ സാഹചര്യത്തിൽ കൊറോണ വന്നു കഴിഞ്ഞ് കൊറോണാനന്തര വിദ്യാഭ്യാസത്തെ നമ്മൾ പുനരാലോചിക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് കേരളത്തിൻ്റെ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് സാറാണ്. ക്ലാസ് മുറിയിലെ അധ്യാപകരെ സംബന്ധിച്ച് ക്ലാസ് മുറിയിലെ അധ്യാപകൻ എന്ന സെഷനിലൂടെ അദ്ദേഹം പുതിയ സാങ്കേതിക വിദ്യകളും പുത്തൻ സാധ്യതകളും ക്ലാസ് മുറിയിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നും അധ്യാപകരുടെ ക്ലാസ് മുറിയിലെ പ്രത്യേകമായ പങ്ക് എന്താണ് എന്നും നമ്മളോട് സംസാരിക്കുന്നു. തുടർന്ന് വരുന്ന ചർച്ചയിലൂടെ ഈ വർത്തമാനം കൂടുതൽ വിപുലപ്പെടുന്നു. നിങ്ങളെല്ലാവരും തന്നെ ഈ സെഷൻ വളരെ വ്യക്തമായി കേൾക്കുകയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുകയും ചെയ്യണം. നമുക്ക് സെഷനിലേക്ക് കടക്കാം. ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രിയെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 4 വർഷങ്ങളായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി അധ്യാപക പരിശീലനങ്ങൾ നടത്തി വരികയാണ്. ഓരോ വർഷവും പരിശീലനത്തിൽ ഓരോ തരം മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വർഷം ഈ COVID-19 പ്രതിരോധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പരിശീലനം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓൺലൈനായി ഈ പരിശീലനത്തെ മാറ്റാൻ വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്ലാസ് എന്ന രീതിയിലാണ് ഈ അവതരണത്തെ നമ്മൾ കാണേണ്ടത്. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ വക്താക്കളും പ്രയോക്താക്കളുമാണ് ഇന്ന് അധ്യാപകർ. സാമ്പ്രദായികമായ വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ആധുനിക വിദ്യാഭ്യാസ രീതിയിൽ ഉണ്ട്. അത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുമ്പോഴാണ് ആധുനിക വിദ്യാഭ്യാസത്തിലെ അധ്യാപികയായിട്ട് നമ്മൾ മാറുക. അതുകൊണ്ട് ആ സങ്കല്പങ്ങളാണ് നമ്മുടെ മനസ്സിൽ നിറഞ്ഞ് നിൽക്കേണ്ടത്. പണ്ടെല്ലാം പാഠപുസ്തകം കുട്ടിയെ പഠിപ്പിക്കുക, അങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത്. ഇത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ആണ്. 5ാം ക്ലാസ്സിലെ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ അടിസ്ഥാന ശാസ്ത്രത്തിലെ ആദ്യത്തെ പാഠം എടുക്കുന്നു, ആ പാഠം പഠിപ്പിക്കുന്നു. അതിനുശേഷം കുട്ടിയെ മോണിറ്റർ ചെയ്യുന്നു, പരീക്ഷ നടത്തിയോ ഏതെങ്കിലും തരത്തിൽ ചോദ്യം നടത്തി മോണിറ്റർ ചെയ്യുന്നു, അടുത്ത പാഠം പഠിപ്പിക്കുന്നു, അടുത്ത പാഠം പഠിപ്പിക്കുന്നു. അങ്ങനെ അവസാനം ഒരു ഫൈനൽ പരീക്ഷയ്ക്ക് വേണ്ടി കുട്ടിയെ തയ്യാറാക്കുന്നു. ഇതാണ് സാമ്പ്രദായികമായിട്ടുള്ള രീതി. ആ രീതിയിലുള്ള പഠനം ഇപ്പോഴും ആവശ്യമാണ്. കാരണം ഫൈനൽ പരീക്ഷ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പരീക്ഷയ്ക്ക് വേണ്ടി കുട്ടിയെ തയ്യാറാക്കുക എന്ന പ്രക്രിയ നടക്കണം. പക്ഷേ അതുമാത്രമേ പണ്ട് പൊതുവിലുണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ട് ആധുനിക വിദ്യാഭ്യാസത്തിൽ അത് വിട്ട് ചില തലങ്ങൾ പഠിപ്പിക്കുന്ന പ്രക്രിയയിലുണ്ടാവണം. അപ്പോഴേ അത് ആധുനിക വിദ്യാഭ്യാസമാവുള്ളൂ. അപ്പോഴേ കുട്ടി യഥാർത്ഥത്തിൽ ആധുനിക വിദ്യാഭ്യാസത്തിലൂടെ വളർന്നു വന്നൊരു കുട്ടിയായിട്ട് മാറുള്ളൂ. ആ കുട്ടിക്ക് മാത്രമേ അന്താരാഷ്ട്ര തലത്തിൽ മറ്റേത് രാജ്യത്ത് ഒപ്പമുള്ള കുട്ടികൾക്കൊപ്പമോ അല്പം മുമ്പിലോ നിൽക്കാൻ കഴിയും. നമ്മളെടുക്കുന്ന ഓരോ പാഠവും എങ്ങനെയാണ് മറ്റു പാഠങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്, മറ്റ് ക്ലാസ്സിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്, ഈ പൊതുവായി വിഷയം എങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, ഈ വിഷയങ്ങൾ എങ്ങനെ സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, ഇത്രയും ധാരണ കുട്ടികൾക്ക് ഉണ്ടാവണം. ഇപ്പം ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. ഇതിലെ ഒരു വിഷയം രോഗം പരത്തുന്നവർ എന്നൊരു ചാപ്റ്ററുണ്ട്. ഈ രോഗം പരത്തുന്നവർ അങ്ങനെ തന്നെ പഠിപ്പിക്കാനും ഈ പഠിച്ച് ഓർത്തു വയ്ക്കാനും കുട്ടിക്ക് കഴിയും, കുട്ടിക്ക് മാർക്കും കിട്ടും. പക്ഷെ ഇതെങ്ങനെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നു, സമൂഹത്തിൽ ഇതെന്താണ് പ്രാധാന്യം, അവിടേക്ക് കുട്ടിയുടെ മനസ്സിനെ കൊണ്ടുവരുവാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. ഇത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ ഈ വിവരങ്ങളൊക്കെ കുട്ടി ഓർത്താൽ മതി. പഴയ പഠനം എന്ന് പറയുന്നത് വിവരശേഖരണവും ശേഖരിക്കപ്പെട്ട വിവരങ്ങൾ പരീക്ഷക്കാലത്ത് ഓർക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കലും, ഇത്രയേ ഉള്ളൂ. പക്ഷേ ആധുനിക വിദ്യാഭ്യാസത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ
ഈ വിവരത്തിൽ നിന്നും നമ്മുടെ സഹായത്താൽ, അതായത് അധ്യാപകൻ്റെ സഹായത്താൽ കുട്ടി ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്നും അറിവ് ഉൽപ്പാദിപ്പിക്കപ്പെടണം. ഇൻഫർമേഷൻസ് അല്ല നോളജ്. ഒരു സുപ്രധാനമായിട്ടുള്ള അധ്യാപകൻ മനസ്സിലാകേണ്ട പോയിൻ്റാണ്. അതുകൊണ്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ നമ്മൾ കുട്ടികളെ സഹായിക്കുന്നു. അതിന് ആധുനിക സംവിധാനങ്ങൾ ക്ലാസ്സിലുണ്ട്. എന്തൊക്കെയാണ്? അപ്പോൾ കമ്പ്യൂട്ടറുണ്ട്, നെറ്റ് കണക്ഷനുണ്ട്, മറ്റ് സൗകര്യങ്ങളുണ്ട്, ഹൈടെക് ക്ലാസ്സാണ്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് വിവരങ്ങൾ കുട്ടിക്ക് ഇന്ന് ശേഖരിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ICT സമ്പ്രദായം അതിനു വേണ്ടിയിട്ടുള്ളൊരു ഉപകരണമാണ്. കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. അങ്ങനെ ശേഖരിച്ച വിവരങ്ങൾ അറിവാക്കി മാറ്റുക എന്ന പ്രക്രിയ, അവിടെയാണ് യഥാർത്ഥത്തിൽ അധ്യാപകൻ്റെ റോളുള്ളത്. ആധുനിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ വെച്ച വിദ്യാഭ്യാസം എന്ന് അല്ല അതിൻ്റെ അർത്ഥം. അത് ഈ ആശയം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ്. ആ രീതിയിലാണ് ആ സംവിധാനങ്ങളെ നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് ഓരോ വിഷയവും ഈ രീതിയിൽ കുട്ടിയിലെത്തിക്കണം എന്ന ധാരണയോടെ അധ്യാപകൻ, അധ്യാപിക ഹോംവർക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞതിൻ്റെ പരിശീലന പരിപാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ ചെയ്യേണ്ടത് എന്താ എന്ന് ഞാൻ പറഞ്ഞു. ടെക്സ്റ്റുകളിൽ നിന്ന് ഒരുപാട് വിവരങ്ങളുണ്ട്. അതിനെ ചേർത്ത് വിവരം കൊടുക്കാൻ ക്ലാസ്സിൽ നമ്മുടെ ഹൈടെക് സംവിധാനമുണ്ട്. അതിനപ്പുറത്തേക്ക് കുട്ടിയെ കൊണ്ടുപോകണം. കുട്ടിയുടെ ചിന്തയ്ക്ക് ചിറക് വെപ്പിക്കണം. കുട്ടിയുടെ ബ്രെയിൻ ചക്രവാളം വരെ വളർത്തണം. വളരെ ലളിതമാണ്, വളരെ സിമ്പിളാണ്. പക്ഷെ ആ ഒരു കാഴ്ചപ്പാട് അധ്യാപകനും അധ്യാപികയ്ക്കും ഉണ്ടാവണം. ഇതിനെയാണ് ആധുനിക പാഠ്യപദ്ധതി എന്ന് പറയുന്നത്. എങ്ങനെ പഠിപ്പിക്കാം? ഇതാണ് പുതിയ പാഠ്യപദ്ധതി. ഒരു അധ്യാപകൻ എന്ന രീതിയിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, അങ്ങനെ കിട്ടുന്ന അറിവ് ഉന്നത വിദ്യാഭ്യാസത്തിലെത്തുമ്പോൾ കൂടുതൽ അറിവുകളായിട്ട് മാറും. അതെങ്ങനെയാണ് എന്ന ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവാം. ഇതിപ്പോൾ 7ാം ക്ലാസ്സിലെ കുട്ടിയെ പഠിപ്പിക്കാൻ ആവശ്യമായതല്ല. പക്ഷേ അവിടെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ഈ ധാരണ, എവിടേക്കാണ് എൻ്റെ കുട്ടി പോകുന്നത്, ഈ കുട്ടി ഇനി പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് ഗവേഷണ ഘട്ടത്തിലേക്കൊക്കെ എത്തണം എന്ന ധാരണ നമുക്ക് വേണം. എല്ലാവരും ഉയർന്നു പോകണം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പരന്നു കിടത്തത്തക്ക രീതിയിലുള്ള വൈഭവത്തെ നമ്മൾ വളർത്തിയെടുക്കണം. ഓരോ അധ്യാപകൻ മനസ്സിലാക്കേണ്ടത് വൈഭവങ്ങളുടെ വൈവിധ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ചിലർ എഴുത്തുകാരാവാം, ചിലർ നല്ല കർഷകരാകാം, ചിലർ നല്ല ചിന്തകരാകാം, ചിലർ നല്ല അധ്യാപകരാകാം, പലതരത്തിലുണ്ട്. ഈ വൈഭവത്തെ അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുന്നതാണ് ഒരു ക്ലാസ്സിൽ നടക്കേണ്ട പ്രക്രിയ. ലക്ഷ്യം നമ്മുടെ മുന്നിലാണ് ഏറ്റവും ഉയർന്നത്. അതെന്താ? ഈ വൈവിധ്യമാർന്ന വൈഭവങ്ങളുടെ പൂർണ്ണതയാണ് പൊതുവിദ്യാഭ്യാസ യജ്ഞം ആഗ്രഹിക്കുന്നത്. ആ വൈഭവങ്ങളുടെ വൈവിധ്യത്തിൽ നിന്നും ചിലപ്പോൾ കുറച്ച് വൈഭവങ്ങളെ ഉണർത്തിയെടുക്കാൻ പറ്റുന്നതായിരിക്കാം ഇതുവരെയുള്ള വിദ്യാഭ്യാസ രീതി. പക്ഷേ ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ രീതി, കേരളത്തിലെ ഇന്നത്തെ വിദ്യാഭ്യാസ രീതി ഈ വൈഭവങ്ങളെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു സമൂഹത്തിൽ ആവശ്യമായ എല്ലാ വൈഭവങ്ങളും നമ്മുടെ ക്ലാസ്സിലുണ്ടാവും. ഇപ്പോൾ നമ്മുടെ അക്ഷരവൃക്ഷം എന്ന പരിപാടിയിലൂടെ 10,000-കണക്കിന് കുട്ടികളാണ് കഥയും കവിതയും ലേഖനവും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എഴുതി നമ്മുടെ വിക്കിപീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണ്? ഈ പറഞ്ഞതാണ്. COVID-19 പ്രതിരോധ ഘട്ടത്തിൽ ജനം നിൽക്കുകയാണ്, അല്ലേ? കുടുംബങ്ങൾ നിൽക്കുകയാണ്, കുട്ടികൾ അവരോടൊപ്പം നിൽക്കുകയാണ്, പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ അവരവിടെ നിന്ന് അവരുടെ മനസ്സിൽ പലതരം ചിന്തകൾ ഉയർത്തിക്കൊണ്ടുവരികയാണ്. പണ്ട് കളിച്ചിരുന്നത് പോലെ കളിക്കാൻ പറ്റുന്നില്ല. അവരുടെ മനസ്സിൽ ചിലപ്പോൾ വേദനയോ സംഘർഷങ്ങളോ പലതും ഉണ്ടാക്കാം. അതേസമയം ദിവസവും പത്രത്തിലും ടി വിയിലും പ്രതിരോധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സമൂഹത്തിൽ നിന്നും ഒരു അനുഭവത്തിലൂടെ വിവരം കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് എന്താ ചെയ്യണേ? അധ്യാപകൻ എന്താ ചെയ്യണേ?
അങ്ങനെ ആ കുട്ടിയുടെ മനസ്സിലേക്ക് പലതരത്തിലും സംക്രമിച്ചു വരുന്ന ഈ വിവരങ്ങളെ കുട്ടിയുടെ സർഗശേഷിയുമായി ഒന്ന് ബന്ധിപ്പിക്കുകയാണ്. അധ്യാപകൻ ക്ലാസ്സിൽ ചെന്ന് ചെയ്യാനിപ്പോൾ പറ്റുമോ? ഇല്ല. വിദ്യാഭ്യാസ വകുപ്പ് കൈറ്റിൻ്റെ SCERTയുടെ നേതൃത്വത്തിൽ അധ്യാപകനായി വീട്ടിലെത്തുകയാണ്. എങ്ങനെയാണ് എത്തുന്നത്? അവൻ ഇതുവരെ പഠിച്ച 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും പഠിച്ച ആശയങ്ങളുടെ അവൻ മനസ്സിലുണ്ട്, നമുക്കറിയാം. ജീവിതാനുഭവങ്ങൾ ഇപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് സംക്രമിച്ചു വരുന്നു, അത് നമുക്കറിയാം. ഇത് പരസ്പരം ബന്ധിപ്പിക്കാതെ കിടക്കുന്ന, സംഘർഷാവസ്ഥയിൽ കിടക്കുന്ന കുട്ടിയുടെ മനസ്സിനെ ഉണർത്തി, അവൻ്റെ സർഗശേഷിയെ കൂടി ഉണർത്തി, ഇതുമായി ബന്ധിപ്പിച്ച് ഒരു സർഗസൃഷ്ടിയാക്കി പുറത്തു വരുമ്പോൾ ആ കുട്ടിക്ക് ഈ കണ്ട കാര്യങ്ങളെല്ലാം കേവലം വിവരം മാത്രമല്ല, മറ്റുള്ളവർക്ക് മറ്റൊരു ഭാഷയിലൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന മറ്റൊരാശയമായി മാറി. ഇതാണ് വിവരം എന്ന് പറയുന്നത്, നോളജ് എന്ന് പറയുന്നത്. ഇത് ക്ലാസ്സിൽ അധ്യാപകൻ ചെയ്യേണ്ടതാണ്. ക്ലാസ്സിൽ ഇത് ചെയ്യാൻ പറ്റാത്ത സന്ദർഭത്തിൽ ഓൺലൈനിലൂടെ നമ്മുടെ ഇന്നത്തെ സംവിധാനം ഉപയോഗിച്ച് കുട്ടികളോട് കവിത എഴുതൂ, കഥ എഴുതൂ. അത് വെറുതെ കവിത എഴുതൂ എന്നുള്ളൊരു ഫാൻസി അല്ല, അങ്ങനെ പലരും ധരിച്ചത്. അവിടെയാണ് എന്താണ് ആധുനിക അധ്യാപകൻ എന്നുള്ള സങ്കല്പം ഇവിടെ ഉണ്ടാകുന്നത്. ആധുനിക പഠനത്തിൻ്റെ പ്രത്യേകത അത് ജീവിതത്തിൽ എവിടെയും പഠിച്ചത് അപ്ലൈ ചെയ്യുവാനുള്ള മനസ്സുൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ അറിവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ കുട്ടിയെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. എങ്ങനെയാണ് അറിവായിട്ട് മാറ്റുക എന്ന ചിന്ത നമ്മളിലെല്ലാം ഉണ്ടാവണം. വിവരം അറിവായിട്ട് മാറണം. ശരി, എങ്ങനെയാണത്? വളരെ സിമ്പിളാണ്. വിവരം ഓർക്കാൻ, വിവരം ശേഖരിക്കാൻ, ഓർക്കാൻ കുട്ടിയുടെ ബ്രെയിനിൻ്റെ വളരെ ചെറിയൊരു ഭാഗം ഉപയോഗിച്ചാൽ മതി. നമ്മുടെ ലക്ഷ്യം അതല്ല, ബ്രെയിനിനെ പരമാവധി വളർത്തുക എന്നുള്ളതാണ്. അങ്ങനെ വളരണമെങ്കിൽ ഈ ഓരോ വിവരവും അറിവായിട്ട് മാറണം എന്ന് നമ്മൾ കണ്ടു. അതിനുള്ള വഴി ഈ വിവരത്തെ ആസ്പദമാക്കി കുട്ടി ചിന്തിക്കുക എന്നുള്ളതാണ്. അതിനുള്ള വഴി കുട്ടിയുടെ മനസ്സിൽ അന്വേഷണ ഭാവം ഉണർത്തുക എന്നുള്ളതാണ്. അതിനുള്ള വഴി കുട്ടിയുടെ മനസ്സിൽ സ്വയം ചോദ്യങ്ങൾ ഉണർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം എവിടെ നിന്നാണ് തോന്നുന്നത്? സ്വയം ചെറിയ ചെറിയ ചോദ്യങ്ങൾ. ഈ ബൈ ഹാർട്ട് എന്നുള്ളത് വിട്ട് ബൈ ഹാർട്ട് പഠിച്ചോട്ടെ, ഒരു കവിതയാണ് ബൈ ഹാർട്ട് പഠിച്ചോട്ടെ, ഒരു തിയറമാണ് ബൈ ഹാർട്ട് പഠിച്ചോട്ടെ, അതൊന്നും വേണ്ട എന്നല്ല പറയണം. ലീഷാർട്ട്സ് പ്രിൻസിപ്പിൾ എന്താണ്? ബൈ ഹാർട്ട് പഠിക്കണം. പക്ഷെ ഉടൻ തന്നെ അവിടെ നിൽക്കാതെ, ഇവിടെയാണ് അധ്യാപകൻ്റെ കഴിവ്, നിൽക്കാതെ അവിടെ ചോദ്യം അവൻ്റെ മനസ്സിൽ, ഇത് എന്തുകൊണ്ടാണ്? എന്ത് ചോദ്യം? സ്വയം വാക്ക് കേൾക്കണം. എന്താണ്? സ്വയം ചോദ്യം. മനസ്സിൽ സ്വയം ചോദ്യം ഉണ്ടാവണം. എന്താണ്? ഇതെന്തുകൊണ്ടാണ്? ഇത് പ്രീ ഡിഗ്രിക്കോ അല്ലെങ്കിൽ പ്ലസ് ടുവിനോ അതുപോലെ തന്നെ അതിന് ശേഷമൊന്നും അത്ര കണ്ട് വന്നു എന്ന് വരില്ല. ഈ ഒരു സംസ്കാരം വളരേണ്ടത് 1 മുതൽ 7 വരെ കാലഘട്ടത്തിലാണ്. കാരണം പ്രകൃതിയിൽ പലതും അവൻ കണ്ടിട്ട് ഇതെന്താ എന്ന് അവന് ബോധ്യപ്പെട്ടിട്ടില്ല. ആ നേരത്ത് നമ്മൾ ഇത് ബൈഹാർട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇതാണ് ഇതുവരെയുള്ള വിദ്യാഭ്യാസത്തിലെ പരിമിതി. അപ്പം അങ്ങനെ പ്രകൃതിയിൽ നിന്നും പരിസര നിരീക്ഷണത്തിൽ നിന്നും 1 മുതൽ 4 വരെയുള്ള നിരീക്ഷണത്തിൽ നിന്നും അവൻ്റെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ട് കുറേ ചോദ്യം വന്നിട്ടുണ്ട്. ആ ചോദ്യം നമ്മുടെ മനസ്സിൽ വേണം. അവൻ്റെ മനസ്സിലുണ്ടാകാവുന്ന ചോദ്യം സിമ്പിളാണ്. നമ്മളും കുട്ടികളായിരുന്നു, നമ്മുടെ മനസ്സിൽ ഉദിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആ ചോദ്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് ആ തുടർ ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള സംസ്കാരം കുട്ടിയിൽ വളർത്തിയെടുക്കാത്തിടത്തോളം കാലം ഈ ചോദ്യങ്ങളൊക്കെ ചോദ്യങ്ങളായി അവശേഷിക്കുകയും വിവരശേഖരണം തുടരുകയും ചെയ്യും. കുട്ടിയിൽ ഉദിക്കുന്ന ആ ചോദ്യം അന്വേഷണമായിട്ട് മാറും. ഈ അന്വേഷണം വരുമ്പോഴാണ് ബ്രെയിൻ വളരുക. ഒരു കുട്ടി എപ്പോഴാണ് വളരണത്? അതാണ് അധ്യാപകൻ അറിയേണ്ടത്. കുറേ കാര്യങ്ങൾ പഠിച്ചു, A+ മാർക്ക് കിട്ടി, വളർച്ചയ്ക്ക് തന്നെ സംശയമൊന്നുമില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് പോകണം. അത് ഞാൻ വേറെ ഒരു എക്സാമ്പിൾ പറയും. ഇപ്പോൾ വേറെ ഒരു 7ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ പറഞ്ഞു, ഒരു നീർക്കോലി പാമ്പിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. അതൊരു തവളയെ പിടിക്കുന്നുണ്ട്. അതിൽ പടമുണ്ട്. ഈ പുസ്തകത്തിലുള്ളതാണത്.
പലരും ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം, പാഠ്യപദ്ധതി ഇല്ലാത്തൊന്നുമില്ല, എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ബന്ധിപ്പിക്കലില്ല എന്നുള്ളതാണ് വിഷയം. നീർക്കോലിപ്പാമ്പിന് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അപ്പുറത്ത് ഒരു പരുന്ത് പറന്നു പോകുന്നുണ്ട്. പരുന്ത്, ആ പരുന്ത് പറന്നു പോകുന്നതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് പരുമ്പ് പാമ്പിനെ ഭക്ഷിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൽ. മനസ്സിലാവണ്ട? അത്രയും വിവരം കൊടുക്കണ്ടു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെണ്ണത്തിൽ ഗണിതത്തിൽ പഠിച്ചിട്ടുണ്ട്. ചതുരമുണ്ട്, ദീർഘചതുരമുണ്ട്, ത്രികോണമുണ്ട്, വൃത്തമുണ്ട്. വൃത്തം എന്ന് പറയണത് തുടക്കവും അവസാനവുമില്ല, തുടങ്ങിയിടത്ത് തന്നെ എത്തുന്നതാണ്. എന്തിനാത് ഇങ്ങനെ തുടങ്ങിയിടത്ത് എത്തുന്നൊരു സാധനം? എന്തിനാത്? ആ കുട്ടിക്കറിയില്ല, ആ കുട്ടി ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അത് ബൈ ഹാർട്ട് പഠിക്കുക. തുടങ്ങുന്നിടത്ത് തന്നെ വീണ്ടും എത്തുന്ന, ഒരിക്കലും അവസാനിക്കാത്ത ഒന്നാണ് വൃത്തം. പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടോ നീർക്കോലിയെ പഠിക്കണം, തവളയെ പഠിക്കണം, പരുന്തിനെ പഠിക്കണം. ഇതെങ്ങനെയാണ് ബന്ധിപ്പിക്കണേ? അതാണ് അറിവ്. ഇവിടെയാണ് അധ്യാപകനോട് പറയുന്നത്, ഇവിടെയാണ് അധ്യാപകൻ്റെ റോള്. മനസ്സിലാവണില്ലേ ഞാൻ പറഞ്ഞു? ക്ലിയറാവുണ്ടോ? പ്രകൃതിയിൽ എല്ലാം സൈക്ലിക്കാണ്, എല്ലാം ഇങ്ങനെ സൈക്കിളാണ്. അപ്പോൾ വൃത്തം എന്ന് പറയുന്ന മാത്തമാറ്റിക്സിൽ പഠിച്ച ഒരു ആകൃതി ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പ്രകൃതിയുടെ നിലനിൽപ്പിന് പോലുമുള്ള ഒരു ആകൃതിയാണ്, ഒരു സങ്കല്പമാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ അവൻ്റെ മനസ്സിൽ കുറേ വിവരങ്ങൾ ശേഖരിച്ച് വീട്ടിൽ പോകുന്നതിനപ്പുറം മനസ്സ് നിറഞ്ഞ് ചിന്തകളിലേക്ക് അവൻ്റെ മനസ്സിനെ കൊണ്ടുവരുന്നതായിട്ട് മാറുക. മനസ്സിലായോ? ഇനി അടുത്ത തലം എന്താ? അന്വേഷണമാണ്. ഇനി എന്താ അന്വേഷണം? അപ്പോൾ ഇങ്ങനെ വേറെ എന്തൊക്കെയാണ്? മനസ്സിലായോ? പിന്നെ എന്തൊക്കെയാണ്? സൈക്കിളുകൾ. അപ്പോൾ സൈക്കിളാവുന്ന എന്തന്വേഷിച്ചാലും എവിടെ ചെല്ലുന്നതിലും അത് സൈക്കിളിലെത്തും. ആ സൈക്കിൾ ഉണ്ടെങ്കിലേ എന്തുള്ളൂ? ഇക്വിലിബ്രിയം ഉള്ളൂ. ഇക്വിലിബ്രിയം ഉണ്ടാവണമെങ്കിൽ സൈക്കിൾ ഉണ്ടാവണം, ഇക്വിലിബ്രിയം ഉണ്ടാവണമെങ്കിൽ സൈക്കിൾ ഉണ്ടാവണം. സൈക്കിൾ ഉണ്ടായാലേ ഇക്വിലിബ്രിയം ഉണ്ടാവുള്ളൂ. അത് ബ്രേക്ക് ചെയ്യും എങ്ങനെയാണെങ്കിൽ മനുഷ്യന് ആവശ്യമില്ലാണ്ട് ഇടപെട്ടാൽ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മനസ്സിനെ ഇങ്ങനെ വളർത്തി വികസിപ്പിച്ച് ഇങ്ങനെ ഒരു പൂ വിരിയുന്ന പോലെ വിരിയിച്ച് ഇങ്ങനെ കൊണ്ടുവരാം. കൊച്ചു ചിന്തകളോട് ഇതൊക്കെ ഒന്ന് ടിക്കിൾ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ആ മനസ്സിൽ ഇത് തന്നെയായിരിക്കും, എന്തിലും ഈ അന്വേഷണം തന്നെയായിരിക്കും. ആ അന്വേഷണ ഭാവത്തിലൂടെയാണ് എന്തുണ്ടാവുക? അറിവ് ഉൽപ്പാദി. അതായത് അവൻ്റെ ബ്രെയിനിൽ ഒരു അധ്വാനം ഉണ്ടെങ്കിലേ അതിൽ നിന്നും ഒരു ഉൽപ്പന്നം ഉണ്ടാവുള്ളൂ. മറ്റതങ്ങനെയല്ല, അതിങ്ങനെ വെറുതെ ഉപയോഗിച്ച് പോവാണ്. ആ അധ്വാനം എന്താ? അന്വേഷണമാണ്. അത് ചോദ്യത്തിലൂടെ ഉണ്ടാവുള്ളൂ. അത് ഏത് തരത്തിലുള്ള അന്വേഷണമായാലും ആ അന്വേഷണത്തിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അധ്യാപകൻ കുട്ടിയെ നല്ലതുപോലെ സ്നേഹിക്കുന്നു, അവനെ മക്കളെ പോലെ അവൻ വളരണം എന്ന രീതിയിൽ സ്നേഹിക്കും. അത് അവനിൽ ചോദ്യങ്ങളുണ്ടാക്കും. എന്തുകൊണ്ടാണ് അധ്യാപകൻ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? തിരിച്ചു ആവാം, എന്തിനാണ് ഇങ്ങനെ വേദനിപ്പിക്കുന്നു? പലതരത്തിലുള്ള നമ്മുടെ ആക്ടിവിറ്റീസും അവൻ്റെ ചോദ്യങ്ങളായിട്ട് നാളെ മാറും, അന്വേഷണങ്ങളായിട്ട് മാറും. ആ അന്വേഷണങ്ങളിൽ നിന്ന് അവന് പല അറിവുകളും ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ കുട്ടി വളരും. അപ്പോൾ ഈ ഒരു വിഷയം നമുക്ക് ഈ പാഠത്തിൽ ഇതെല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ? ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ ഈ പാഠത്തിൽ എഴുതി വയ്ക്കാൻ പറ്റുമോ? ഇല്ല. അതെന്താണെന്ന് വെച്ചാൽ ചില അധ്യാപകർ ഇതൊക്കെ ഇതൊക്കെ പാഠപുസ്തകം എഴുതി വെച്ചാൽ പോരെ? അങ്ങനെ എഴുതി തീരണതല്ല പറയൂ ഈ അന്വേഷണം അനന്തമാണ്. ആ അന്വേഷണത്തിലേക്ക് എത്താനുള്ള പറയൂ പശ്ചാത്തലം മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ, പുസ്തകത്തിൽ പറയുന്നു. അപ്പോൾ പാഠപുസ്തകം നിമിത്തമാക്കിയെടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിക്കോളൂ, ഉറപ്പ്, അത് സംശയം വേണ്ട, അത് ചെയ്തോടൊപ്പം ഞാൻ പറഞ്ഞ ഈ മാറ്റങ്ങൾ, ഇതാണ് ആധുനിക വിദ്യാഭ്യാസം. അതിലൂടെ പുറത്തു വരുന്ന കുട്ടി ഇന്ന് എഴുതിയ കവിതയല്ല നാളെ ഇങ്ങനൊരു സാഹചര്യത്തിൽ എഴുതുക. കാരണം അതിനേക്കാൾ കൂടുതൽ എന്താണ് ഈ ആഗോള തലങ്ങളെക്കുറിച്ച്, ഇക്വിലിബ്രിയത്തിനെക്കുറിച്ചൊന്നും ഒരു പക്ഷേ മനസ്സിലാക്കിയിട്ടാവില്ല ഇപ്പോൾ കൊച്ചുകുട്ടികൾ കവിത എഴുതിയിട്ടുണ്ടാവുക. പക്ഷേ നമ്മുടെ ഈ അന്വേഷണം മനസ്സ് വളർത്തിയെടുക്കുന്നതിലൂടെ അവിടേക്കൊക്കെ ആ കുട്ടിയുടെ മനസ്സെത്തും, ചോദ്യങ്ങളുണ്ടാവും. ചോദ്യം എന്ന് പറഞ്ഞത് പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് അധ്യാപകരെ ചോദ്യം ചോദിച്ച് മുട്ടിക്കുക എന്നുള്ള ചോദ്യമാണ്. അങ്ങനെയല്ല. എന്താ പറയണത്? സ്വയം എന്താ അതങ്ങനെ, ഇതെന്താ ഇങ്ങനെ, ഇതെന്താ മാഷ് ഇങ്ങനെ ക്ലാസ് എടുക്കണേ, അതാവാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലില്ലേ ചോദ്യം?
അധ്യാപകൻ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുവോ, ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുവോ ആ രീതിയിലാണ് കുട്ടിയിൽ മാറ്റം വരിക. ഇങ്ങനെ പറയാതെ ഞാൻ ഇങ്ങനെ പറയാം, എന്താണ് വൈറസ് ഉണ്ട്, മനസ്സിലായ എന്താണ് വൈറസ്, സൂക്ഷ്മജീവി ആണ് അത്. ഫംഗസ് ഉണ്ട്, മറ്റൊരു സൂക്ഷ്മജീവിയാണ്. ബാക്ടീരിയയുണ്ട്, വേറൊരു സൂക്ഷ്മജീവി. അപ്പോൾ എത്ര തരം സൂക്ഷ്മജീവികളുണ്ട്? 3 പറയൂ. ഫംഗസ്, ബാക്ടീരിയ, വൈറസ്. മനസ്സിലായില്ലേ? മനസ്സിലായോ? ഒന്നുകൂടി പറയൂ. വൈറസ്, ഫംഗസ്, എന്താണ് ബാക്ടീരിയ. പഠിപ്പിച്ചിട്ടില്ല ഞാൻ ലോണം. പക്ഷെ ആ കുട്ടിയുടെ മനസ്സിൽ വേറൊരു ചിന്തയും വന്നിട്ടില്ല. അത് വലിയൊരു ഇക്വിലിബ്രിയത്തിൻ്റെ ഭാഗമാണ് എന്ന് വന്നിട്ടില്ല. 5ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ അകറ്റി നിർത്താം രോഗങ്ങളെ, ആദ്യത്തെ പാഠം. എങ്ങനെയാണ് ഇങ്ങനെ എത്ര മനോഹരമായിട്ടാണ് അങ്ങനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നോക്കുക. പാഠം മാത്രം അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അത് അകറ്റി നിർത്താൻ രോഗങ്ങളെ എന്നുള്ളത് പഠിച്ച് കഴിഞ്ഞില്ലേ? പരീക്ഷ കഴിഞ്ഞില്ലേ? ഞാൻ അതൊക്കെ വിട്ടോട്ടാ, മനസ്സിലാവുണ്ടോ? ഇനി നമുക്ക് ആഹാരം ആരോഗ്യത്തിന് എന്നുള്ള പാഠം പഠിക്കണം. അല്ല, അതിൻ്റെ തുടർച്ചയാണ് ഇത്. ആ രീതിയിൽ ബന്ധമുണ്ടാക്കണം. അപ്പോൾ 7ാം ക്ലാസ്സിലെ അധ്യാപിക പറയൂ, 6ാം ക്ലാസ്സിലെയും 5ാം ക്ലാസ്സിലെയും പുസ്തകം വായിച്ചിരിക്കണം. ഇതെങ്ങനെയാണ് ഈ കണ്ടിന്യൂവേഷൻ വരുന്നത്? പോരാ, 8ാം ക്ലാസ്സിലെ പുസ്തകവും വായിച്ചിരിക്കണം. അതിൽ ഓസ്മോസിസ്, ഡീഹൈഡ്രേഷൻ, അങ്ങനെ കുറേ വാക്കുകൾ കെമിസ്ട്രിയിലും ഫിസിക്സിലും വരുന്നുണ്ട്. അത് ഇവരെ പഠിപ്പിക്കണ്ട, പക്ഷേ അധ്യാപിക അത് വായിച്ചിരിക്കണം. വായനയാണ് അധ്യാപികയുടെയും അധ്യാപകൻ്റെ ഏറ്റവും വലിയ സ്വത്ത്. ആ സംസ്കാരമാണ്. വായിക്കുക. അപ്പോൾ ഇതിങ്ങനെ വായിക്കും. നോക്കൂ, 5ാം ക്ലാസ്സിലെ പുസ്തകത്തിൻ്റെ ചാപ്റ്റർ 8 എന്താണെന്നോ? അകറ്റി നിർത്താം രോഗങ്ങളെ. 6ാം ക്ലാസ്സിൽ നോക്കൂ. അപ്പോൾ അകറ്റി നിർത്താം രോഗങ്ങളെ, ഒരു സങ്കല്പമാണ്. എന്ത് ചെയ്യണം? രോഗങ്ങളെ അകറ്റി നിർത്തണം. ഒരാശയം അവന് കൊടുത്തിട്ടുണ്ട്. പറയൂ, രോഗങ്ങളെ അകറ്റി നിർത്തണം, അല്ലെങ്കിൽ അകറ്റി നിർത്താവുന്നതാണ് രോഗങ്ങൾ. ഇതൊക്കെ അതിലുണ്ട്. അടുത്തതെന്താ? ആഹാരം ആരോഗ്യത്തിന്. ഇത് ആദ്യത്തെ പാഠമായിരുന്നില്ലേ? നോക്ക്, പരസ്പരം എന്താ കണ്ടോ? അകറ്റി നിർത്താം രോഗങ്ങളെ. അപ്പോൾ രോഗത്തെ അകറ്റി നിർത്താൻ പല വഴികളും ഉണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുക എന്ത്? ആരോഗ്യത്തിന് ആഹാരം. അപ്പോൾ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്താണ് പുറത്തു നിന്ന് വരുന്ന ഈച്ച, കൊതുക് തുടങ്ങിയത് നമ്മൾ അകറ്റി നിർത്താൻ പഠിക്കുന്നു. ഭക്ഷണം പറയൂ, അകത്തേക്ക് ചെല്ലുന്നത് കൊണ്ട് പലതരത്തിലുള്ള അനാവശ്യ വസ്തുക്കൾ അകത്ത് ചെല്ലുന്നത് കൊണ്ട് രോഗങ്ങളുണ്ടാവാം. അതിനെ എങ്ങനെ അകറ്റി നിർത്താം? പിന്നത്തെ നോക്കൂ, 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 10 എന്താണെന്നോ? സുരക്ഷ ഭക്ഷണത്തിൽ. അപ്പോൾ ശരിക്കും ഒന്നിൽ നിന്ന് ഇങ്ങനെ ബ്രാഞ്ച് വരുന്ന പോലെ ഇങ്ങനെ വലുതായി വളർന്ന് വരികയാണ്. ഈ വളർച്ച മുഴുവൻ കുട്ടിയുടെ മനസ്സിലുണ്ടാക്കണം. ഇതാണ് നമ്മുടെ ചുമതല. ഇതാണ് എതിർക്കുന്ന അധ്യാപകൻ്റെ ചുമതല. അപ്പോൾ അതുകൊണ്ട് ഈ കണ്ടിന്യൂവേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. പഴയ ക്ലാസ്സിലെ വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. അതിൻ്റെ തുടർച്ചയാണ് ഇത് മനസ്സിലാക്കണം. മനസ്സിലാക്കുന്നത് വരാൻ പോകുന്ന തുടർച്ച അവനെ ഉൾക്കൊള്ളാൻ കൂടി വേണ്ടിയിട്ടാണ്. അവിടെയാണ് കുട്ടി യഥാർത്ഥത്തിൽ ഒരു വിഷയത്തിൽ പൂർണ്ണമായിട്ടും അറിവുള്ളവനായിട്ട് മാറുക. അപ്പോൾ ഇതിൽ സുരക്ഷ ഭക്ഷണത്തിൽ എന്നുള്ള ചാപ്റ്റർ 10 7ാം ക്ലാസ്സിലെ ഒരു വിഷയമാണ്. അതിൽ പലതും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പ്രിസർവേറ്റീവ്സ് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായ? അപ്പോൾ ഭക്ഷണം കേടുവരാതെ സൂക്ഷിക്കുന്ന വസ്തുക്കളാണ്, അല്ലേ? ഓരോ ഭക്ഷണത്തിൽ പലതരത്തിലുണ്ട്. അതിന് മുമ്പ് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? അകറ്റി നിർത്താം പറയൂ രോഗങ്ങളെ. അതിന് ശേഷം എന്ത് പഠിച്ചിട്ടുണ്ട്? ആഹാരം പറയൂ ആരോഗ്യത്തിന്. പിന്നെയാണ് എന്ത് പറയണത്? ഈ ഭക്ഷണ വസ്തുക്കൾ സൂക്ഷിച്ചു വയ്ക്കുന്ന പ്രിസർവേറ്റീവ്സ്. ഇതും പിന്നെ ബന്ധം ഇങ്ങനെ പഠിച്ചു. പ്രിസർവേറ്റീവ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എന്തിനാണ് പ്രിസർവ് ചെയ്യുന്നത്? ഭക്ഷണം കേടുവരാതെ സൂക്ഷിക്കാനാണ്. കേടുവരാതെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്? മനസ്സിലായ? ഞാൻ ചോദ്യം ചോദിക്കുന്നതല്ല, നമ്മുടെ മനസ്സിൽ ഈ ഒരു ചോദ്യം ഉണ്ടായാലേ കുട്ടിക്ക് ആശയം പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഈ പറഞ്ഞ 3 പറയൂ ക്ലാസ്സിലെ വിഷയങ്ങളുമായി ഇതിനെ ബന്ധിപ്പിച്ചിട്ടില്ല. പോരാ, 8ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നതുമായിട്ടും ബന്ധിപ്പിച്ചിട്ടില്ല. ഒരു ഗ്ലാസ്സിൽ എൻ്റെ മുമ്പിൽ വെള്ളമുണ്ട്. അതിൽ ഒരു
കണ്ണിമാങ്ങ ഇടുക. അതിൻ്റെ തൊട്ടുപുറത്ത് വേറൊരു ബീക്കറിൽ ഉപ്പിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട്, അതിലൊരു കണ്ണിമാങ്ങ ഇടുക. 2-3 ദിവസം കഴിയുമ്പോൾ നമ്മളൊന്നും പറയണ്ട, കുട്ടി തന്നെ പറയും ഈ ഗ്ലാസ്സിലെ കണ്ണിമാങ്ങ വീർത്തു, ഈ ഗ്ലാസ്സിലെ കണ്ണിമാങ്ങ ചുങ്ങി. അതൊരു ഇൻഫർമേഷനാണ്, അതൊരറിവായിട്ടില്ല, അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ എന്താണെന്ന് ഇതിലുണ്ട്. 8ാം ക്ലാസ്സിൽ കുറച്ചും കൂടി പഠിക്കാനും പോകുന്നുണ്ട്. ആ ചോദ്യം അവൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. പഠിച്ച ബാക്ടീരിയയുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കുക. എന്താണ് ബാക്ടീരിയ? എന്താ? ഞാൻ നേരത്തെ ഒരു സൈക്കിൾ പറഞ്ഞു. അവസാനം ഇതിനെല്ലാം വിഘടിപ്പിച്ച് പറയൂ, വിഘടിപ്പിച്ച് മണ്ണിലും അന്തരീക്ഷത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് മൈക്രോ ഓർഗാനിസംസ്. അത് പഠിച്ചിട്ടില്ലേ? പടം അടക്കം ഇതിലുണ്ട്. 7ാം ക്ലാസ്സിൽ പുസ്തകത്തിലുണ്ടതല്ല. അത് ഈ മാങ്ങയിലുണ്ട്. പറയൂ, അത് ഈ മാങ്ങയിലുണ്ട്. ആ മാങ്ങയിൽ കുറേയും കൂടിയും വെള്ളം കടന്നപ്പോൾ, ശ്രദ്ധിക്കൂ, കുറേയും കൂടിയും വെള്ളം കടന്നപ്പോൾ ബാക്ടീരിയ പെട്ടെന്ന് വളരാനുള്ള അന്തരീക്ഷം ഉണ്ടായി. ബാക്ടീരിയ പെട്ടെന്ന് വളർന്നു വന്നപ്പോൾ മാങ്ങയെ അത് വിഘടിപ്പിച്ച് ചളവളാന്നാക്കി മാങ്ങ മണ്ണിലേക്ക് എത്തി. മനസ്സിലായോ? ബാക്ടീരിയ പഠിച്ചിട്ടില്ലേ? ഉവ്വ്. ബാക്ടീരിയ വസ്തുക്കളെ തിന്നുന്നു പഠിപ്പിച്ചിട്ടില്ലേ? ഉവ്വ്. ഈ അനുഭവം ചേർത്തപ്പോഴോ ബാക്ടീരിയ അതിൻ്റെ ഉള്ളിൽ വളർന്നതിനെ നശിപ്പിച്ചു എന്നൊരു ബുദ്ധിയായി. ഏത് കൊച്ചുകുട്ടി കയറിയാണത്? ഇപ്പുറത്ത് എന്താ ഇട്ടേക്കണത്? ഉപ്പ് വെള്ളമാണ്. ഉപ്പിനെ എന്താ ഞാൻ നേരത്തെ പറഞ്ഞത്? കണ്ട, വേറൊരു പ്രിസർവേറ്റീവ്. മനസ്സിലാവുണ്ടോ? എന്താണത്? പ്രിസർവേറ്റീവ്. അതായത് ഭക്ഷണത്തെ കേടുവരാതെ സൂക്ഷിക്കുന്ന വസ്തു. അത് ഇതിലിട്ടപ്പോൾ എന്താ മാറ്റം വന്നേ? ഇതെന്തിന് ഇപ്പോൾ പഠിപ്പിക്കുന്നത് വെച്ചാൽ 8ാം ക്ലാസ്സിൽ ഇനി കെമിസ്ട്രി കൂടുതൽ പഠിക്കാൻ പോകുന്നുണ്ട്. ഓസ്മോസിസ്. ഉപ്പുവെള്ളത്തിന് സാന്ദ്രത കൂടുതലുള്ളത് കൊണ്ട് മാങ്ങയ്ക്കുള്ളിലെ വെള്ളം H2O മോളിക്യൂള് ഉപ്പുവെള്ളത്തിലേക്ക് ഇങ്ങോട്ട് വലിഞ്ഞു. ഇതെവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇനി എവിടെ പഠിക്കാൻ പോണേ? കെമിസ്ട്രിയിൽ പഠിക്കാൻ പോകണം. അതിനാണ് അവിടെ കെമിസ്ട്രി പഠിക്കുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ പ്രക്രിയ ഓസ്മോസിസ് ആണ് എന്നും ഓസ്മോസിസ് എന്താണെന്നും എവിടെ പഠിക്കണം? 8ാം ക്ലാസ്സിൽ പഠിക്കണം. 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും എത്തുമ്പോൾ റിവേഴ്സ് ഓസ്മോസിസ് എന്താണെന്ന് പഠിക്കണം. RO ഫിൽറ്റർ നമ്മൾ കണ്ടിട്ടില്ലേ? അതൊക്കെ നമുക്ക് കൂടുതൽ പക്ഷെ അതൊക്കെ പഠിക്കുമ്പോൾ ഈ ഒരു ബേസ് ഇല്ലെങ്കിൽ ഓരോ ക്ലാസ്സിലും ഓരോന്നും പഠനം ഇങ്ങനെ പാക്കറ്റുമായിട്ട് മാറ്റും, പരസ്പര ബന്ധമില്ലാതെ പോകും. അപ്പോൾ ബാക്ടീരിയയുടെ കാര്യം ഇപ്പോൾ പറഞ്ഞില്ലല്ലോ, വെള്ളത്തിൻ്റെ കാര്യമല്ലേ ഇപ്പോൾ പറഞ്ഞേ? ആരുടെ മനസ്സിലുണ്ട് ചോദ്യം? കുട്ടിയുടെ മനസ്സിലുണ്ട്. നേരത്തെ ടീച്ചർ പറഞ്ഞത് ബാക്ടീരിയ പറയൂ വളർന്നിട്ട് കൂടുതൽ വന്നിട്ട് നശിച്ചു പോയെന്ന്. ഇപ്പം എന്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്? മാങ്ങയുടെ ഉള്ളിലെ വെള്ളം പുറത്തേക്ക് വന്നുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ബാക്ടീരിയയുടെ കാര്യം പറഞ്ഞില്ല. അവൻ്റെ ഉള്ളിലുണ്ടോ ചോദ്യം? ഇല്ലെങ്കിൽ ആ ചോദ്യത്തിലേക്ക് അവരെ കൊണ്ടുവരും. അപ്പോൾ എന്താ ബാക്ടീരിയ മോനെ? ബാക്ടീരിയ ആയിട്ട് എന്ത് ബന്ധം? മാങ്ങയുടെ ഉള്ളിൽ ജലാംശം കുറഞ്ഞ് വരും തോറും മാങ്ങയ്ക്കുള്ളിൽ ബാക്ടീരിയ വളരാനുള്ള സാഹചര്യം കുറയാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ എത്ര കണ്ട് വെള്ളത്തെ മാങ്ങയുടെ ഉള്ളിൽ നിന്നും വലിച്ചെടുക്കാൻ പറ്റുമോ അത്ര കണ്ട് അതിനകത്ത് ബാക്ടീരിയ വളരാതിരിക്കും തോറും മാങ്ങ ചീയാതെ കട്ടിയായി നിൽക്കും. മോനെ മനസ്സിലായോ? അപ്പം അങ്ങനെ മോനെ മനസ്സിലായോ? അവനെന്താ ആലോചിക്കണമെന്നോ? വീട്ടിൽ മാങ്ങ ചക്ക കൊണ്ടാട്ടം ഉണക്കണം, അവൻ ഓർക്കുക. മനസ്സിലായില്ല? കേൾക്കുന്നുണ്ടോ? കൊണ്ടാട്ടം എങ്ങനെയാണ് ഉണ്ടാക്കുക? വെള്ളം തളിച്ചിട്ടാ? എങ്ങനെയാ? വെയിലത്ത് വെച്ചിട്ടാണ് അല്ലേ? അതിങ്ങനെ ഇപ്പോഴത്തെ റേഡിയേഷനൊക്കെ ഉപയോഗിച്ചിട്ടും വേവ്സൊക്കെ ഉപയോഗിച്ചിട്ട് സാധാരണ നിലയ്ക്ക് എന്താ ചെയ്യുക? വെയിലത്ത് വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട. അവന് കാര്യം മനസ്സിലായി. എന്താ? ജലാംശം. ഒറ്റ പോയിൻ്റ് കിട്ടിയുള്ളൂ. ജീവനുള്ള വസ്തുവിൽ ജലാംശം കുറച്ചാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ബാക്ടീരിയ അതിനകത്ത് വളരാതിരിക്കും. ബാക്ടീരിയ വളർന്നാലേ ആ ബോഡി നശിച്ചു പോകുള്ളൂ. അപ്പോൾ അത് നശിക്കാതിരിക്കുകയാണ്. അത് ശരി. അപ്പോൾ ചക്ക നല്ല ചക്കച്ചുള അല്ലേ? പഴുത്തു തുടങ്ങിയ ചക്കച്ചുള നീളത്തിൽ നുറുക്കി
പറയൂ. വെയിലത്തിടും. സൂര്യരശ്മി അതിലത്തെ വെള്ളത്തെ വലിച്ചെടുക്കും. വേറെ പ്രിസർവേഷനാണ്. പ്രിസർവേഷൻ എന്നുള്ളത് എന്താണ് എന്നുള്ളതാണ്. വലിച്ചെടുക്കും. കേട്ടോളൂ കേട്ടോ, വലിച്ചെടുക്കും. അങ്ങനെ വലിച്ചെടുത്ത് അതിങ്ങനെ ചുക്കി ചുണങ്ങി ഇങ്ങനെ വരുമ്പോൾ പറയൂ, അതിനകത്ത് നമ്മളൊന്നും പറയണ്ട, വാട്ടർ കണ്ടൻറ്റ് കുറയുമ്പോഴോ ബാക്ടീരിയ വളരാൻ പറ്റാതെ വരും. അപ്പോഴോ അതങ്ങനെ തന്നെ ഇരിക്കും. ഒരു വർഷം കഴിഞ്ഞ കൊണ്ടാട്ടം നമുക്ക് വറക്കാൻ പറ്റും. അതിനോർമ്മ. അപ്പോൾ അവനിങ്ങനെ വീട്ടിലത്തെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പഴമൊക്കെ ഫ്രീസറിൽ വയ്ക്കുമ്പോൾ എന്താണ് കേടുവരലില്ലല്ലോ. പഴം വെറുതെ ഫ്രീസറിൻ്റെ പുറത്ത് വയ്ക്കുമ്പോൾ എന്താണ് ചീഞ്ഞ് പോകണ്ടല്ലോ. ഫ്രീസറിനകത്ത് വയ്ക്കുമ്പോൾ പോളില്ലല്ലോ. അവിടെ ചൂടില്ലല്ലോ, അവിടെ തണവാണല്ലോ, അവിടെ ഉപ്പില്ലല്ലോ. മനസ്സിലാവുണ്ടോ? നമ്മൾ സ്വയം ചോദിച്ച് സമാധാനിക്കില്ല. കേൾക്കണ്ടോ? ഈ ചോദ്യം അവൻ്റെ ജീവിതവുമായി ഇങ്ങനെ പ്രിസർവേഷനുള്ളതിനെക്കൊണ്ട് ബന്ധിപ്പിക്കുക. ഇങ്ങനെ അല്ലാണ്ട് പഠിപ്പിക്കാം. എന്താ? പഴം കേടുവരാതെ സൂക്ഷിക്കാനുള്ള മാർഗ്ഗം ഏതാ? അത് ഫ്രീസറിൽ വെക്കുക. ചക്ക പറയൂ, അത് കേടുവരാതെ സൂക്ഷിക്കാനുള്ള മാർഗ്ഗം ഏതാ? വെയിലത്തിട്ട് ഉണക്കുക. മാങ്ങ കേടുവരാതെ സൂക്ഷിക്കാനുള്ള മാർഗ്ഗം ഏതാ? ഉപ്പിലിടുക. മനസ്സിലായോ? എല്ലാം കൃത്യമില്ലേ? പരീക്ഷയ്ക്ക് എഴുതില്ലേ? റെഡി. മനസ്സിലായില്ല? കേൾക്കണ്ടോ? അവൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടായിട്ടില്ല, ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല, ഒന്നുമില്ല. ഇത് വന്നപ്പോൾ അവൻ്റെ മനസ്സിൽ അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാൻ ഉപ്പിട്ടു, വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാൻ വെയിൽ കൊള്ളിച്ചു. ഈ ഫ്രീസറിൽ വെച്ചാൽ വെള്ളത്തിൻ്റെ അളവ് കുറയില്ലല്ലോ. പിന്നെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള പറയും പഴം കേട് വരാതിരിക്കണേ ടീച്ചറെ, അതെങ്ങനെയാണ്? അല്ലെങ്കിൽ അവൻ അന്വേഷിക്കും. നമുക്കൊന്ന് ഒരു എൻസൈക്ലോപീഡിക് നോളജൊന്നും നമുക്കില്ല, എല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അത് മറ്റുള്ളവരായിട്ട് കൂടുതലുള്ളവർ പഠിപ്പിക്കുക. അതങ്ങനെ ഒരു വിഷമമൊന്നും വേണ്ട. കുട്ടി ചോദിച്ചു, നമുക്ക് അഥവാ കിട്ടിയില്ലെങ്കിലും ഏതൊക്കെ വഴിയിലൂടെ നമുക്ക് അന്വേഷിക്കാൻ പറ്റുമോ അന്വേഷിക്കുക. കുട്ടിയുടെ അച്ഛനൊക്കെ ആയിട്ടാണ് അങ്ങനെ അവനെ ആ അറിവ് നേടുന്നതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് നമുക്കിതെല്ലാം പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റി വന്നൊന്നും വരില്ല. അപ്പോൾ കുട്ടി അതെങ്ങനെയാണ് അന്വേഷിച്ചു. വാക്ക് പറയൂ. ചിന്ത, ചോദ്യം, അന്വേഷണം. അന്വേഷിച്ച് പോയപ്പോൾ ഫ്രീസറിനകത്ത് ലെസ് ദാൻ 2-3 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. വളരെ ചെറിയ ടെമ്പറേച്ചർ. ആ വളരെ ചെറിയ ടെമ്പറേച്ചറിൽ ഈ മൈക്രോ ഓർഗാനിസംസ് വളരില്ല. വാട്ടർ കണ്ടൻറ്റ് അതുപോലെ ഉണ്ടോ അവിടെ? പഴം അങ്ങനെ തന്നെ ഇരിക്കും അല്ലേ? നേന്ത്രപ്പഴം അങ്ങനെ തന്നെ ഇരിക്കും. 4 ദിവസം കഴിഞ്ഞാലും കേടുവരില്ല. അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് അങ്ങനെ തന്നെ ഇരിക്കും. ചക്ക കൊണ്ടാട്ടോ ഉണങ്ങിക്കടിച്ച് ഇങ്ങനെയാവും. കടുമാങ്ങിയോ ഉണങ്ങിക്കടിച്ച് ഇങ്ങനെയാവും. ഫ്രീസറിലെ പഴമോ അങ്ങനെ തന്നെ ഇരിക്കും, കേടുവരില്ല. പ്രിസർവേഷൻ പലതരത്തിൽ. അതിൽ ലെസ് ദാൻ പറയൂ 3-2 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആകുമ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് അറസ്റ്റ് ചെയ്യപ്പെടും. ഏതിൻ്റെ? ഈ മൈക്രോ ഓർഗാനിസംസിൻ്റെ ഗ്രോത്ത് അറസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ആ പഴം കേടുവരില്ല. വേറൊരു തരത്തിലുള്ള പ്രിസർവേഷൻ. അത് ഒരുപാട് തരത്തിൽ എന്താണ് പ്രിസർവ് ചെയ്യുന്നത്. എണ്ണ ഒഴിച്ച് പലതരത്തിലും നമ്മൾ വീട്ടിൽ തന്നെ അവൻ കാണുന്നുണ്ട്. ഇതെല്ലാം നാച്ചുറലായിട്ടുള്ള പ്രിസർവേഷനുകളാണ്. വീട്ടിൽ ചക്ക വരട്ടില്ലേ? എങ്ങനെയാണ്? ചക്ക ചുളപറിച്ച് ചീഞ്ചട്ടിയിലിട്ട് ശർക്കരയൊക്കെ ഇട്ട് ഇളക്കുന്നു അല്ലേ? എന്തിനിങ്ങനെ ഇളക്കണേ? കുറച്ച് കഴിയുമ്പോൾ നിർത്തിക്കൂടെ? ഇപ്പോൾ മനസ്സിലായി. അതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് മുഴുവൻ പോയി നല്ലപോലെ ഉരുണ്ട് ചക്ക വരട്ടി ആയില്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും അത് പൂപ്പൽ വരും. പൂപ്പൽ വരുന്നത് അതിൽ ഈ മൈക്രോ ഓർഗാനിസംസ് വളരുന്നതുകൊണ്ടാണ്. വളരേണ്ട കാരണം അതിലത്തെ വെള്ളം പോയിട്ടില്ല. അപ്പോൾ പ്രിസർവേഷൻ ആയിട്ടില്ല. ഇതാണ് പ്രിസർവേഷൻ, നാച്ചുറൽ പ്രിസർവേഷൻ. അപ്പോഴാണ് മറ്റേതെന്ത് സോഡിയം ബെൻസോയേറ്റ്, സോഡിയം സൾഫേറ്റ് അല്ലേ? ഇങ്ങനത്തെ കെമിക്കൽസ്. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ആധുനിക പ്രിസർവേഷൻ എന്ന് പറയുന്നത് ഇതേ വസ്തുക്കളിൽ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിന് പകരം എളുപ്പത്തിൽ കുറച്ച് രാസവസ്തു ഇടലാണ്. രാസവസ്തു പറയൂ. രാസവസ്തു അതിൻ്റെ ഉള്ളിലേക്ക് ഇടലാണ് പ്രിസർവേഷൻ. ഈ മൈക്രോ ഓർഗാനിസംസിൻ്റെ വളർച്ചയാണ് സൈക്കിളിനെ നിലനിർത്തണത് എന്ന് പഠിച്ചിട്ടുണ്ട്. അത് വളരും അത്. പക്ഷേ ഈ രാസവസ്തു അതിനകത്തിടുമ്പോൾ, സോഡിയം ബെൻസോയേറ്റ് അതിനകത്തിടുമ്പോൾ, പൊട്ടാസ്യം സൾഫേറ്റ് അതിനകത്തിടുമ്പോൾ ഈ മൈക്രോ ഓർഗാനിസംസിൻ്റെ സെല്ല്, അതൊരു ചെറിയ മൈക്രോ എന്ന് പറഞ്ഞ വാക്ക് തന്നെ എന്താണ്, വളരെ മനുഷ്യൻ്റെ പോലെയുള്ള ബോഡിയും ഇതുകളൊന്നുമില്ല എന്നല്ല. അതിൽ
ഈ രാസവസ്തു ഇൻ്റർവീൻ ചെയ്യാണ്. DDT എന്ന് കേട്ടിട്ടില്ലേ? ഏറ്റവും വലിയ അപകടകാരിയായ കീടനാശിനി, ഡൈഇഥൈൽ ഡൈഫെനൈൽ ട്രൈക്ലോറോഇഥൈൻ എന്ന് പറയുന്ന വലിയ DDT. അത് ഈ പറയുന്ന ഈ ഈ കീടനാശിനിയുടെ സോഡിയം പോകുന്ന ട്രാക്കുണ്ട്. ആ സോഡിയം ട്രാക്കിൽ ഇടപെട്ട് ആ സോഡിയം ട്രാക്കിനെ ബ്രേക്ക് ചെയ്ത് ആ ട്രാക്ക് അങ്ങ് മുറിക്കുക. അതോടുകൂടി ആ അണു നശിച്ചു പോവുകയാണ്. അങ്ങനെയാണ് DDT. അതൊന്നും ഇവിടെ പറയണ്ട, നമുക്ക് മനസ്സിലാക്കാൻ. ഇതൊക്കെ കൂടുതൽ നെറ്റിൽ നോക്കി വായിക്കണം. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ ഇതൊക്കെ ഉള്ളതിന് വേണ്ടിയിട്ടാണ്. അപ്പം നോക്കാം നിങ്ങൾക്ക് എന്താ പ്രശ്നം, ഉടനെ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഇതൊക്കെ കിട്ടുകയാണ്. അപ്പോൾ ആ സാധ്യത മുഴുവൻ ഉപയോഗിക്കുമ്പോൾ ഈ പറയുന്ന ഒരുപാട് വിവരങ്ങൾ കുട്ടിക്ക് എത്തിക്കാൻ സാധിക്കും. അങ്ങനെ വന്നപ്പോൾ വസ്തു കിട്ടും. അതെന്ത് ചെയ്യുന്നു? ഈ ബാക്ടീരിയയെ ഇതിനെ നശിപ്പിക്കുന്നതിനിടയിൽ ഈ രാസവസ്തു രൂപഭാവം മാറുന്നു. അതിൻ്റെ കെമിസ്ട്രി പിന്നെ എവിടെ പഠിക്കുക? കേൾക്കുന്നുണ്ടോ? അതാണ് അന്ന് ടീച്ചർ ഇത് പറഞ്ഞു തന്നല്ലേ എന്ന് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ മനസ്സിലൊന്നും പറയണ്ട. കെമിക്കൽ ചേഞ്ചാന്ന് പറഞ്ഞത് മാറ്റം വരും. ആ മാറിയ രാസവസ്തു ബെൻസോയിക് ആസിഡ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ നൈട്രേറ്റ്സ്, സൾഫേറ്റ്സ് എന്നൊക്കെ പറയുന്ന കോമ്പൗണ്ടുകളായി അതിൽ തന്നെ കിടക്കുക. അപ്പോൾ പിന്നെ വെള്ളം അതിൽ കൂടുതലുണ്ടെങ്കിലും എന്താണ്, അത് ചീത്തയാവില്ല. എന്താ കാര്യം? അതിൽ ബാക്ടീരിയ ഇല്ല. ബാക്ടീരിയയെ കൊന്ന ശേഷം ഈ രാസവസ്തു രൂപഭാവം മാറി പുതിയ രാസവസ്തുവായി അതിൽ കടന്നു. നമ്മളിതൊക്കെ കഴിക്കുക. കേൾക്കണ്ട? ഇതൊക്കെ കഴിക്കുമ്പോൾ സുരക്ഷ ഭക്ഷണത്തിലും കണ്ട. 7ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററാണ് സുരക്ഷ ഭക്ഷണത്തിലും. ആഹാരം ആരോഗ്യത്തിന്, ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരീരം ദുർബലമാകുമ്പോൾ പ്രതിരോധശേഷി കുറയുമ്പോൾ ആദ്യത്തെ ചാപ്റ്റർ അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന് ഓർക്കണം. പ്രതിരോധശേഷി കുറയുമ്പോൾ പുറത്തു നിന്ന് ആക്രമണം ഉണ്ടാവും, രോഗം ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ കണ്ടോ, നമ്മുടെ കോവിഡ് പ്രതിരോധത്തിൻ്റെ ഘട്ടത്തിലേക്ക് ഈ ക്ലാസ്സുകളെ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരൊറ്റ കുട്ടി ഒരു ദിക്കിൽ നോക്കാതെ ഇങ്ങനെ, പക്ഷേ പലവരുടെയും മനസ്സിൽ പല അന്വേഷണമായിരിക്കും. അപ്പോൾ രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള പ്രിസർവേഷനും പ്രകൃതിദത്തമായ പ്രിസർവേഷനും മനസ്സിലാവുണ്ടോ? തമ്മിലുള്ള വ്യത്യാസം ബോധ്യപ്പെട്ടാൽ കുട്ടി ഒരു തീരുമാനത്തിലെത്തുന്നു, വേറൊരു ചോദ്യത്തിലേക്ക് എത്തുന്നു, വേറൊരു അന്വേഷണത്തിലേക്ക് എത്തുന്നു. എന്താണ്? പ്രകൃതിദത്തമായ ഭക്ഷണമല്ലേ കൂടുതൽ നല്ലത്. ആ അന്വേഷണം എവിടേക്ക് എത്തിക്കും? ആരോഗ്യം നിലനിർത്താമെന്നുള്ളിടത്തേക്ക് എത്തിക്കും. അപ്പോൾ കുട്ടിയുടെ മനസ്സിനെ ഈ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലേക്കും കൊണ്ടുവന്ന് ചിന്തിപ്പിച്ച് ഇതെല്ലാം നമ്മളിങ്ങനെ ചെയിൻ ബൈ ചെയിനായിട്ട് ചിന്തിപ്പിക്കണമെന്നൊന്നും കരുതണ്ട. ഒന്ന് ടിക്കിൾ ചെയ്ത് കൊടുത്താൽ മതി. ചില ചോദ്യങ്ങളും ചില അന്വേഷണ ഭാവങ്ങളിൽ കൊടുത്താൽ അവരുടെ മനസ്സ് തന്നെ ഇങ്ങനെ പോയിക്കോളും. കാരണം സ്വാഭാവികമായ മനുഷ്യൻ്റെ ടെൻഡൻസി അതാണ്, ബ്രെയിനിൻ്റെ ടെൻഡൻസി അതാണ്. അന്വേഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ടെൻഡൻസി. പക്ഷേ നമ്മുടെ തെറ്റായ പാഠ്യപദ്ധതിയിലൂടെ അതിനെ നമ്മൾ അങ്ങനെ അടച്ച് ഇട്ട് ഇത്രയും മതി എന്നിങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അത്രയും മതി എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത്. ബ്രേക്ക് ദ ചെയിൻ എന്നിപ്പോൾ നമ്മൾ COVID-19 പറഞ്ഞ പോലെ ഈ ബ്രേക്കാണ് വേണ്ടത്. അവിടെ നിന്ന് മനസ്സിനെ ഉണർത്താൻ ഈ പാഠഭാഗങ്ങൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അതിനെ കൂടുതൽ ചിലർ ധരിച്ചു വച്ചിരിക്കുന്നത് ഇത് കൂടുതൽ സയൻസ് പറഞ്ഞിട്ട് വേണമെന്നുള്ളതൊന്നും വേണ്ട. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഓസ്മോസിസ്, ഞാൻ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. അതെവിടെ പഠിക്കുക? പക്ഷേ അത് 8ാം ക്ലാസ്സിൽ പഠിക്കും എന്ന് ആരറിയണം? 7ാം ക്ലാസ്സിലെ ടീച്ചർ അറിയണം. കാരണം അതിൻ്റെ ബേസ് ഇപ്പോൾ ഇട്ട് കൊടുക്കണം. മാങ്ങ വെള്ളത്തിലിട്ടുമ്പോൾ എന്താണ് ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ അതുപോലെ ചെടികൾ വേര് വലിക്കുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ പലതും ഉണ്ട്. ഏതൊക്കെ അതിന് സാധ്യതയുണ്ടോ അതൊക്കെ അങ്ങനെ ഒരുക്കി വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ ടീച്ചർക്ക് പോയി എന്താണത് ഓസ്മോസിസ് എന്താണെന്ന് പറയുമ്പോൾ ഇവൻ്റെ മനസ്സിലിത്. അപ്പോൾ ആ കുട്ടിക്ക് ഇനിയും ഓസ്മോസിസിലൂടെ ഇങ്ങനെയാണ് ഗവേഷണമൊക്കെ വന്നിട്ടുള്ളത്. ഓരോ ഗവേഷകരുടെയും മറ്റ് ജീവചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും
ഇങ്ങനെയൊക്കെ തന്നെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുണ്ടായിട്ടുള്ളൂ. എല്ലാം ചോദ്യം, എല്ലാം അന്വേഷണം. അലക്സാണ്ടർ ഫ്ലെമിങ് ഒരു ഗവേഷണം നടത്തുമായിരുന്നു. അദ്ദേഹം പെൻസിലിനൊന്നും അല്ല ഗവേഷണം നടത്തിയത്, വേറെന്തോ ഗവേഷണം നടത്തി. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു കപ്പ് പാലും 2 ബ്രെഡും കൊണ്ടടുത്ത് വെച്ചു. അദ്ദേഹം ഒന്നും അറിഞ്ഞില്ല, ഗവേഷണത്തിൻ്റെ തിരക്കിലൊന്നും അറിഞ്ഞില്ല. പൂച്ച വന്ന് പാല് തട്ടിക്കളഞ്ഞ് കുറച്ച് കുടിച്ച് പാല് ബ്രെഡിലേക്ക്. പിന്നെയും ഫ്ലെമിങ് ഗവേഷണം നടന്നു. തിരിച്ചു വരുമ്പോൾ ബ്രെഡ് പൂത്ത് നിറച്ചിങ്ങനെ ഇരിക്കുന്നു, പൂത്ത ബ്രെഡ്. നമ്മളാച്ചാൽ എന്താ ചെയ്യുക? മൂക്കുപൊത്തി അതെങ്ങനെയെങ്കിലും എടുത്ത് കാട്ടിക്കളയുന്നുള്ളതാണ്. അവിടെയാണ് ഫ്ലെമിങ് ഇത് വെണ്ണ പോലെ കോരിയെടുക്കുകയാണ്. ഇതെന്താ? ബ്രെഡിൽ പാല് കലർന്നപ്പോൾ എന്താ ഈ വസ്തു ഉണ്ടായത്? ഇതെന്താ സംഭവം? ശ്രദ്ധിച്ചിട്ടില്ലല്ലോ, എന്താണത്? അപ്പോൾ അതുവരെയുള്ള ഗവേഷണമൊക്കെ നിർത്തി ഈ അന്വേഷണം തുടർന്നു. അതൊരറിവാക്കി മാറ്റി. ആ അന്വേഷണം കൂടുതൽ വികസിപ്പിച്ചു. പെൻസിലിൻ അത് ഞാൻ ശാസ്ത്രത്തിന് വേണ്ടി മാത്രമല്ല ഞാൻ അന്വേഷണം എന്ന് പറയുന്നത്, സാഹിത്യം, കവിത. ഇപ്പോൾ കവിത പഠിപ്പിക്കുന്ന അധ്യാപിക കവിത പഠിപ്പിക്കും. മലയപ്പുലയനാം മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. വരികൾ കൃത്യമായിട്ട് ചൊല്ലാൻ പഠിപ്പിക്കും. ഇമ്പോസിഷൻ എഴുതി പഠിപ്പിക്കും. കവിത എഴുതിയതാരാ? ചങ്ങമ്പുഴയെന്ന് പഠിപ്പിക്കും. അതിൻ്റെ ഒരു വരി പറഞ്ഞാൽ അടുത്ത വരി പറയാൻ പഠിപ്പിക്കും. എന്താ കാരണം? ഇതൊക്കെ പരീക്ഷയ്ക്ക് വരേണ്ടതാണ്. പക്ഷേ ആ കുട്ടിയുടെ മനസ്സിലൊരു കവി ഭാവനയുണ്ട്. കവിയാണൊരു കുട്ടിയെന്ന് വിചാരിക്കുക. ആ കുട്ടിയിലെ കാവ്യഭാവന ഉണർന്നിട്ടില്ല. പക്ഷേ കുട്ടി കവിത പഠിച്ചു. കുട്ടി വാഴക്കുല എന്ന കവിത പഠിച്ചു. കുട്ടിയുടെ മനസ്സിൽ ഈ കാവ്യസങ്കല്പം ഉണ്ട്, പക്ഷെ അത് ഉണർന്നിട്ടില്ല. ഇത് പഠനമല്ല. കവിത പഠിക്കുന്നത് മാർക്ക് കിട്ടാനല്ല, കവിത പഠിക്കുന്നതൊന്ന് ഏറ്റുചൊല്ലാൻ വേണ്ടിയല്ല. ഏറ്റുചൊല്ലണമൊക്കെ നല്ലത് തന്നെ. മറിച്ച് ആ സങ്കല്പമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു, വൈഭവങ്ങളുടെ വൈവിധ്യമാണ്. എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അതെങ്ങനെയാണ് പഠിപ്പിക്കണം? ഓരോ വാക്കും എങ്ങനെയാണ് ഒരു വാചകമായിട്ട് മാറുമ്പോൾ അത് കവിതയാകുന്നത് എന്ന് പഠിക്കുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ അതിനു വേണ്ടി ഇങ്ങനെ ആഗ്രഹം ഉണ്ടാവുകയാണ്. ഓരോ ആശയവും കവിതയാക്കുന്നത് എങ്ങനെയാണ്, ഒരാശയം കഥയാക്കുന്നത് എങ്ങനെയാണ്. ഒരേ ആശയം കഥയാക്കി കണ്ടിട്ടില്ലേ, കവിതയാക്കി കണ്ടിട്ടില്ലേ, നാടകമാക്കി കണ്ടിട്ടില്ലേ? വ്യത്യസ്ത രീതിയിലാണ് കഥയും കവിതയാക്കുക. അതെങ്ങനെയാണെന്ന് പഠിച്ചാലേ കുട്ടിക്ക് മറ്റൊന്ന് അങ്ങനെ ആക്കാനുള്ള ശ്രമം ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് കവിതയായാലും ഭാഷയായാലും ഏതായാലും ഓരോ കുട്ടിയുടെയും മനസ്സിൽ ഈ ഒരു ഭാവം ഉണർത്തി ആ ഭാവത്തെ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പരിസര പഠനത്തിന് ശേഷം അടിസ്ഥാന ശാസ്ത്രം മനസ്സിലാക്കിയാൽ നാളെ വരാൻ പോകുന്ന രസതന്ത്രം, ഊർജ്ജതന്ത്രം, ജീവശാസ്ത്രം ഇതൊക്കെ കുട്ടിക്ക് ജീവിതം പോലെ മനസ്സിലാക്കി അങ്ങനെ പോവാം. ആ കുട്ടി വളരുമ്പോൾ നല്ല ശാസ്ത്രജ്ഞനും അതുപോലെ തന്നെ സമൂഹത്തിന് ഒരു വലിയ ആൾക്കാർ. അല്ലാത്ത പക്ഷം കുറേ കാര്യങ്ങൾ പഠിച്ചു, ഇത് ഞാൻ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കപ്പെടാതെ കുറേ കാര്യങ്ങൾക്ക് എടുക്കും. അപ്പോൾ ഒരു അധ്യാപകൻ്റെ ചുമതല ഈ വൈഭവങ്ങളുടെ വൈവിധ്യത്തിൽ ഓരോന്നിനെയും പൂർണ്ണമാക്കാൻ ശ്രമിക്കുക. നമുക്ക് ആർക്കും പൂർണ്ണമാക്കാൻ കഴിയില്ല, പക്ഷെ നമ്മൾ ശ്രമം ആ ഡിറക്ഷനിലാവണം, അതിനെ പൊക്കിയെടുക്കുക എന്നുള്ളത്. ക്ലാസ്സിൽ ഉള്ള കുട്ടികളിൽ ഇതുപോലെയുള്ള പല കഴിവുകളും ഉണ്ടല്ലോ. അപ്പോൾ ഈ അവർക്ക് ഓൾറെഡി തന്നെ കുറേ അറിവുകൾ ഓരോ കുഞ്ഞിലും ഉണ്ടാവും. അപ്പോൾ ഇപ്പം സാറ് പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ഈ കുട്ടികൾ പരസ്പരം അവരുടെ ഒരു കഴിവുകളെ പരസ്പരം ഒന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു വേദിയും കൂടി ക്ലാസ് റൂമിൽ ഉണ്ടാകണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും അത് വേണം. അത് തീർച്ചയായും, അതായത് അതിനുള്ള ഒരു കോപ്പറേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു ലേണിങ്ങും കൂടി അങ്ങനെ അപ്പോഴേ ചോദ്യങ്ങൾ കൂടുതൽ ഉണ്ടാവുകയുള്ളൂ. അതിനാണ് പറഞ്ഞത്, എല്ലാ ചോദ്യങ്ങളും നമ്മൾ തന്നെ ചോദിച്ച് ചോദ്യം തന്നെ അവനിലേക്ക് പകർത്തേണ്ട കാര്യമില്ല. ചോദ്യം ചോദിക്കാനുള്ള ടെൻഡൻസി അവനിൽ ക്രിയേറ്റ് ചെയ്താൽ മതി. അവർ കൂടിയിരിക്കുമ്പോൾ അവർ ചോദിക്കും, നമ്മളോട് ചോദിക്കും, വീട്ടിൽ ചെന്ന് അച്ഛനും അമ്മോടും ചോദിക്കും. അപ്പോൾ കൊണ്ടാട്ടം ഉണ്ടാക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഇത്തരത്തിൽ കണ്ടാൽ അവന് മനസ്സിലാവും. അപ്പോൾ അവൻ്റെ മനസ്സിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചു, ഈ മുളക് പിന്നെ തൈരിലിട്ട്
അവൻ കണ്ടാൽ മനസ്സിലായില്ല, കണ്ടില്ല എന്താ മുളക് കൊണ്ടാട്ടുണ്ടാക്കണത് അത് ഞാൻ പറഞ്ഞില്ല. അത് പറയാതെ വീട്ടിലൊരു ദിവസം മുളക് കൊണ്ടാട്ടുണ്ടാക്കണ കണ്ടാൽ അവന് ഈ ഓർമ്മ വരും. ഉടനെ അച്ഛനോടോ ചേട്ടനോടോ അനിയനോടോ അല്ലെങ്കിൽ ടീച്ചറോടോ പിറ്റേ ദിവസം വന്ന് ഇതുവരെ പറഞ്ഞതല്ലോ ഇപ്പോൾ ചെയ്യണത്, മനസ്സിലായ എണ്ണ ഒഴിക്കല്ല മറ്റൊന്ന് എന്നുള്ളത്. അപ്പോൾ യെസ് അത് അറിവ് അവൻ്റെ ആ അനുഭവം അറിവാക്കി. അങ്ങനെയാണ് അവൻ അനുഭവം ഉണ്ടത്. ഇതിനും നമ്മളീ പറയുന്നതിന് മുമ്പും വീട്ടിൽ മുളക് കൊണ്ടുണ്ടാക്കണം അവൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവന് തോന്നില്ല മുളക് കൊണ്ടിട്ടുണ്ടാക്കുക, അവന് ഇഷ്ടമുണ്ടാവില്ലേ. പക്ഷെ ഇത് വരുമ്പോൾ അവൻ്റെ മനസ്സിൽ അതെന്താ, പക്ഷെ അവൻ്റെ മനസ്സിൽ അപ്പം തന്നെ എനിക്ക് ഉറപ്പുണ്ട് നമ്മളിങ്ങനെ പഠിച്ചാൽ മുളകിനുള്ളിലെ ഈ ബാക്ടീരിയ വളരാവുന്ന എന്തൊക്കെയോ വലിച്ചെടുക്കുന്നത് തൈരാണ് എന്ന് അവനും മതി. ലാക്റ്റിക് ആസിഡ്, അതിൻ്റെ സയൻസ് ഒന്നും ഇപ്പോൾ പഠിക്കണ്ട, 7ാം ക്ലാസ് വരെ പഠിപ്പിക്കണ്ട. ലാക്റ്റിക് ആസിഡാണ്. അപ്പോൾ അതിൽ എരിവ് കുറയുന്നു, അതുപോലെ വാട്ടർ കണ്ടൻറ്റ് കുറയുന്നു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന മുളക് ചുങ്ങി ഉണങ്ങി ഇങ്ങനെയായിട്ട് മാറും. അവന് ബുദ്ധി ചെയ്ത് ഇത് ലോകത്തിൽ ഒരുപാട് നശിക്കുന്നതും പ്രിസർവ് ചെയ്യുന്നതായിട്ടുള്ള എല്ലാത്തിലും നാളെ അവൻ അപ്ലൈ ചെയ്യും. ഇങ്ങനെ ചിന്തിച്ചാൽ ഉറപ്പ് നല്ല പ്രിസർവേറ്റീവ്സ് നാളെ അവൻ ഗവേഷണത്തിലൂടെ വളർത്തിയെടുക്കും. സാറ് പറഞ്ഞ പോലെ ഈ അനുഭവങ്ങൾ വെളിച്ചത്തിൽ കുട്ടി കൂടുതൽ ചിന്തിക്കുമ്പോൾ അത് വീട്ടിലും അതിനൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ പലരും ചോദ്യങ്ങൾ ചോദിക്കാൻ സമ്മതിക്കുന്നില്ല, പലരും അത് അടിച്ചമർത്തുന്ന അങ്ങനെ ഒരു സിറ്റുവേഷൻ വീട്ടിലും ഉണ്ട്. അപ്പോൾ അധ്യാപകർക്ക് തന്നെ ഈ PT അങ്ങനെയുള്ള സ്കൂൾ ക്ലാസ് PT ഒക്കെ വരുമ്പോൾ ഇതിനെക്കുറിച്ച് വേണമെങ്കിൽ പാരൻസിനെ കൊടുക്കാം, അങ്ങനെ ഒരു അറിവും തീർച്ചയായിട്ടും നന്നായിരിക്കില്ലേ? വളരെ ശരിയാണ്. അതായത് അത് എൻ്റെ കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ പഴയ പഠനം, സാമ്പ്രദായിക പഠനം ഇതൊക്കെ ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയാൽ മതിയല്ലോ. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയത്ര ഇത് കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട, ഇത്തരം പഠിച്ചാൽ. അധ്യാപകർ വരെ അങ്ങനെ ആ നിലയ്ക്ക് നിൽക്കുകയാണ്. കാരണം അതേ നമ്മുടെ പഠനമുള്ളൂ, ഔട്ട്കം ബേസ്ഡ് എന്ന് പറഞ്ഞത് ഇത്രയും മതി എന്നുള്ളതാണ്. അത് അധ്യാപകർ PTA പറയണം. എൻ്റെ അഭിപ്രായത്തിൽ ഓരോ സ്കൂളിലും വീട്ടിൽ പോലും അധ്യാപകൻ എത്തണം. ഒരു കുട്ടിയുടെ വീട്ടിൽ ഒറ്റ ദിവസം കൊണ്ടല്ല പറയണത്, ഒരു കൊല്ലത്തിൻ്റെ വീട്ടിലെത്തിയാൽ ഒരൊറ്റ തവണ എത്തിയാൽ മതി. ഒരു ടീച്ചർ വീട്ടിൽ എത്തി നോക്കൂ, അതിനൊരു കുട്ടി ഇങ്ങനെ അല്ല ഇന്ന മേഖലയിൽ മിടുക്കനാണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അവൻ എത്ര വേണമെങ്കിൽ അതിൽ ഗവേഷണം നടത്തി ചിന്തിക്കുകയോ വായിക്കുകയോ ചെയ്തോട്ടെ നിങ്ങളെ സഹായിക്കണം. അതായത് കുട്ടിയെ പ്രോത്സാഹിപ്പിക്കണം. അതിനാണ് പ്രോത്സാഹിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു നോക്കൂ. അവർക്ക് മനസ്സിലായിട്ടില്ല എന്ത് ചെയ്താലാണ് വളരുകയെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ വളരാനുള്ള വഴി എന്താ? ഇത് ബൈഹാർട്ട് പഠിച്ച് ആ എൻട്രൻസ് അങ്ങ് എഴുതിയാൽ മതി എന്ന് ധരിച്ചു വെച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ അതിനേക്കാളൊക്കെ എത്രയോ ഉയർന്നു പോകേണ്ട കുട്ടിയാണ്. നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അവരെ കൂടി ബോധ്യപ്പെടുത്തണം. ആധുനിക വിദ്യാഭ്യാസം എന്താണ് എന്ന് കുട്ടികളെ മാത്രമല്ല മറ്റധ്യാപകരെയും അതുപോലെ തന്നെ മാതാപിതാക്കളെയും നമ്മൾ നല്ലതുപോലെ ബോധ്യപ്പെടുത്തണം. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കാര്യം ചോദിക്കാൻ ഉദ്ദേശം, സാറ് പറഞ്ഞല്ലോ അന്വേഷണ ഭാവം വളർത്തുക എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം സാറ് പറഞ്ഞല്ലോ. അപ്പോൾ കോഗ്നിറ്റീവ് ന്യൂറോ സയൻസിൻ്റെ ഭാഗമായിട്ടൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 85% ഒരു 6-7-8 വയസ്സ് കഴിയുമ്പോഴത്തേക്കാണ് അതിൻ്റെ പൂർണ്ണതയിലെത്തുക. അതിനുശേഷമുള്ള വളരെ കുറവാണെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ പ്രൈമറി ക്ലാസ്സുകളിൽ വളരെയേറെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മളൊരു ഹൈസ്കൂളിൽ 10ാം ക്ലാസ്സെന്നോ 12ാം ക്ലാസ്സെന്നൊക്കെ പറയുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പീരീഡാണ്. അപ്പോൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ശ്രദ്ധിക്കേണ്ട, ഈ കുട്ടികളെ സംബന്ധിച്ച് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടവും കൂടിയാണ്. സാറ് പറഞ്ഞ വളരെ കറക്റ്റാണ്. ഈ പറയുന്ന 1ാം ക്ലാസ് മുതൽ തന്നെ 7ാം ക്ലാസ് വരുമ്പോൾ ആ ചാക്രികമായിട്ട് കുട്ടികൾ ഓരോ ഗ്രേഡ് ബൈ ഗ്രേഡായിട്ട് അധ്യാപിക മനസ്സിലാക്കിയിരിക്കണം എന്ന് പറയുന്നതും അതിൻ്റേതായിട്ടുള്ള അർത്ഥതലത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ മറ്റൊന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ന്യൂറോ സയൻസിൻ്റെ ഭാഗമായിട്ട് വരുമ്പം കുട്ടിയുടെ ഒരു എത്രത്തോളം ലേണിംഗ് കപ്പാസിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ അധ്യാപകർ അത്തരത്തിലൊരു സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് കൂടി മനസ്സിലാക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പം നമ്മുടെ ഈ അധ്യാപക പരിശീലനങ്ങളിൽ അത്തരം കാര്യങ്ങൾക്കുള്ള ഒരു സ്പേസ് കൂടെ കൊടുക്കുന്ന, നമ്മൾ കണ്ടൻറ് ബേസ്ഡ് ആകുമ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് നന്നാവില്ലേ നമുക്ക്? ഇപ്പം നമ്മൾ പരിശീലനത്തിൻ്റെ ആദ്യത്തെ ഘട്ടമാണ്. അത് തന്നെയാണ് പറഞ്ഞത്, ശരിയാണ്. ഈ പറയുന്ന അന്വേഷണ ഭാവം വളർത്തണം എന്ന് പൊതുവിൽ ധരിക്കാതെയാണ് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാറ് എന്നുള്ളതൊരു അംഗീകരിക്കപ്പെട്ട സംഭവമാണ്. അതിൽ നിന്ന് മാറ്റം വരുമ്പോൾ ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് എന്താണ് എന്നത് ക്ലാസ്സിൽ പറയണം എന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ അധ്യാപികയ്ക്ക് അത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ വായിച്ചാൽ മതി. ഇത് കുറേ ഇപ്പം ഞാൻ ഈ പറഞ്ഞപ്പോൾ
നിങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ കുറേ കൂടിയും സയൻറ്റിഫിക്കായിട്ട് ബ്രെയിൻ, അത് 7ാം ക്ലാസ്സിലേക്കൊന്നും ഇപ്പോൾ ആവശ്യമില്ല, ബ്രെയിൻ ഡെവലപ്മെൻറ്റ് എന്താണ് എന്നുള്ളത്, എവിടെ വെച്ചാണ് നടക്കുന്നത്, ഏത് കാലഘട്ടം, പലരും ധരിച്ചു വെച്ചാൽ ഗവേഷണ കാലഘട്ടത്തിലാണ് നടക്കണമെന്നുള്ളതൊക്കെയാണ്. ഒന്നുമല്ല, ഇത് പഠിക്കുമ്പോഴേക്കൊക്കെ ഏകദേശം ബേസ് ആയി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് പഠിക്കുമ്പോൾ ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള പരസ്പര ബന്ധങ്ങൾ ഉണ്ടാക്കണം. നേരത്തെ പറഞ്ഞത് കറക്റ്റാണ്. ഇപ്പോൾ വൈറസിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? ഉവ്വ്. ബാക്ടീരിയയെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? ഉവ്വ്. പരിസ്ഥിതിയെക്കുറിച്ച് പഠിച്ചിട്ടില്ലേ? ഉവ്വ്. പരസ്പരം ബന്ധിപ്പിക്കാത്തിടത്തോളം കാലം ബ്രെയിൻ ഇത് കണ്ടെയ്ൻ ചെയ്യാൻ ഉപയോഗിക്കുന്നുള്ളൂ, അതങ്ങനെ നിൽക്കുകയാണ്. നേരെ മറിച്ച് ആ പരസ്പര ബന്ധങ്ങൾ വരുന്നതോടുകൂടിയ കുട്ടിയുടെ മുഖഭാവത്തിൽ തന്നെ വ്യത്യാസം വരും. അത് അന്വേഷണം മനസ്സിൽ വരുന്നതുകൊണ്ടാണ്. ബ്രെയിൻ ഒരു പരിധി വരെ നിലനിർത്തുക എന്നുള്ളതായിരുന്നു ഫ്യൂഡൽ വിദ്യാഭ്യാസം മുതൽ കൊളോണിയൽ വിദ്യാഭ്യാസവും ഇതുവരെ ഉണ്ടായിരുന്ന ഈ ഔട്ട്കം ബേസ്ഡ് വിദ്യാഭ്യാസത്തിലൊക്കെ പ്രശ്നം. അവിടെ നിന്നുള്ള മാറ്റമാണ് കേരളത്തിന് വ്യത്യസ്തമാക്കാൻ പോകുന്നത്. ആ മാറ്റത്തിന് ഏത് തരത്തിലും ടീച്ചർ ഒരുക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാം കടമയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പരിശീലനം തന്നെ ഈ പരിശീലന കാലയളവിൽ നിന്നൊന്നും അത് ചെയ്യുന്നില്ല. നമ്മുടെ അക്കാഡമിക് ഇയറിൽ തുടർച്ചയായിട്ട് കാര്യങ്ങൾ അത് ടീച്ചേഴ്സിൻ്റെ റീഡിങ് മെറ്റീരിയൽസ് അങ്ങനെയാക്കാം. ഈ പറയുന്ന അനുഭവം വായിച്ചാൽ മതിയില്ലേ, പറയുന്ന ഒരുപാട് മെറ്റീരിയൽസ് കൂടുതൽ. ഇപ്പോൾ വാസ്തവത്തിൽ അങ്ങനെ നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല, അതൊക്കെ ഓൾറെഡി നെറ്റിലുണ്ട്, അതൊക്കെ നേരിട്ട് കിട്ടുക. ക്ലാസ്സിൽ തന്നെ ഇപ്പോൾ നമ്മുടെ നെറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഏതായാലും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ അത് തന്നെയാണ്, ബ്രെയിൻ വളർത്തുക എന്നുള്ളതാണ്. അധ്യാപകർ പരിവർത്തനം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ബിഹേവിയർ, ടീച്ചേഴ്സിൻ്റെ ബിഹേവിയർ ഒരു വലിയ ഫാക്ടറാണല്ലോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ പറയും എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തമാണെന്ന്. അധ്യാപകർ തന്നെ അവർ കൊണ്ടുവരുന്ന ടിഫിൻ ബോക്സ് അല്ലെങ്കിൽ അത് പ്ലാസ്റ്റിക് പൊതിഞ്ഞ ചോറ് കൊണ്ടുവന്ന് അത് അവിടെ തന്നെ കളയുന്ന ഒരു പ്രവണത പല സ്കൂളുകളിലും ഉണ്ട്. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന കുട്ടിക്ക് എന്ത് മറുപടിയാണ് അധ്യാപകന് പറയാനുള്ളത്? അപ്പോൾ ആ രീതിയിൽ അധ്യാപകൻ മാറേണ്ടതുണ്ടല്ലോ. തീർച്ചയായിട്ടും. അതായത് സ്വയം മാതൃകയായാലേ ഒക്കെ കുട്ടിയിലേക്ക് പകർത്താൻ നമുക്ക് പറ്റില്ല. ഇപ്പോൾ മാലിന്യത്തിന് മാത്രമല്ല, വേറെ എന്തായാലും നമ്മൾ സ്വയം മാതൃക. വായന, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വായനശാല അടച്ചിട്ടിട്ട് വായനശാല ഉണ്ടെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് വായനാശീലം ഉണ്ടാവില്ല. അധ്യാപകൻ തന്നെ അത് വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുട്ടി അത് കാണും. അതുപോലെ തന്നെ നമ്മൾ ഓരോ അധ്യാപകനും ഓരോ അധ്യാപികയും ഒരു ഇഞ്ച് അനങ്ങുന്നത് പോലും കുട്ടി ശ്രദ്ധിക്കും. എപ്പോഴും നമ്മൾ മാതൃകയായിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനും അമ്മയേക്കാൾ കൂടുതൽ അധ്യാപകനെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നേരത്തെ പറഞ്ഞ ഭക്ഷണം എവിടെ ഇടുന്നത്, പ്ലാസ്റ്റിക്കാണോ കൊണ്ടുവരുന്നത്, എന്ത് ഭക്ഷണം കഴിക്കുന്നത്, ഈ പറയണ പോലെയാണോ അത് ജീവിതത്തിൽ നടപ്പിലാക്കി, ഇതൊക്കെ കുട്ടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും അതും ഈ പരിശീലനത്തിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഓരോ അധ്യാപകനും മാതൃകയാണ്, എല്ലാവരും മാതൃക. ഈ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ പറയുന്നതാണോ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുന്നത് എന്ന് കുട്ടി അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അവനിൽ നാളെ സംസ്കാരമായിട്ട് മാറുന്നത്. ഇങ്ങനെയൊക്കെ മതി, പറയണ പോലെയല്ല ടീച്ചർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കും അങ്ങനെ മതി എന്ന് തോന്നും. നേരെ മറിച്ച് പറയുന്നത് പോലെ തന്നെയാണ് ഓരോ പ്രവൃത്തിയിലും അധ്യാപിക എന്നവന് അറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ അവനത് പകർത്തും. പിന്നെ ഓരോ കുട്ടിക്കും യഥാർത്ഥത്തിൽ കിട്ടേണ്ട നിഷ്കളങ്കവും നിർമ്മലവുമായ സ്നേഹം അതെപ്പോഴും ലഭിക്കുന്നുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി എങ്ങും പോവില്ല, ഒരു ദിക്കിലേക്ക് പോവില്ല. സൂര്യപ്രകാശം കിട്ടാത്തപ്പോൾ ചെടി ഏത് വഴിക്ക് വളഞ്ഞാലും സൂര്യപ്രകാശം നേടാൻ ശ്രമിക്കും. അതുപോലെയാണത്. അപ്പം അതുകൊണ്ട് എല്ലാ ദിക്കിലും അധ്യാപകൻ മാതൃകയാവണം. മാതൃകയായാൽ തീർച്ചയായിട്ടും ആ വഴി കൂടെ തന്നെ അടുത്ത തലമുറ വളരുള്ളൂ. ഈ സ്കൂളിൽ പഠിച്ചാൽ, ഈ അധ്യാപകൻ്റെ കീഴിൽ പഠിച്ചാൽ എൻ്റെ മകൻ, എൻ്റെ മകൾ അന്താരാഷ്ട്ര നിലവാരത്തിലെത്തുമെന്ന തോന്നൽ മാതാപിതാക്കൾക്കുണ്ടാവണം. അന്ന് പൊതുവിദ്യാഭ്യാസം എന്നുള്ളത് ഏറ്റവും ഉയർന്ന തലത്തിലെത്തും. ഇപ്പോൾ പൊതു ആരോഗ്യ സംവിധാനം മെച്ചപ്പെട്ടതുകൊണ്ടാണ് കോവിഡ് പ്രതിരോധത്തിൽ കേരളം ലോകത്തിന് മാതൃകയായത്. അത് ആ പശ്ചാത്തലത്തിലാണ് പൊതുവിദ്യാഭ്യാസം നടക്കുന്നത്. അതുകൊണ്ട് ഈ പ്രതിരോധം എന്നുള്ളത് താൽക്കാലികമായ നമ്മൾ രക്ഷപ്പെടാനുള്ളൊരു പ്രക്രിയ മാത്രമല്ല, അത് നമ്മുടെ സംസ്കാരമായിട്ട് മാറണം എന്ന ചിന്ത കുട്ടികൾ ഉൽപ്പാദിപ്പിക്കാൻ ഇപ്പോൾ അധ്യാപകർ ശ്രമിക്കണം. ഇപ്പം നമ്മുടെ ചുമതലയാണ്. ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും അനുഭവവും ഇതും തമ്മിൽ ബന്ധം വേണം. അതാ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. അത് വേണമെങ്കിൽ അതിൻ്റെ സയൻസ് കുറേയൊക്കെ അധ്യാപകർ അറിയാൻ വേണം. അതുകൊണ്ട് വായന ഇപ്പോൾ ഈ കാലഘട്ടത്തിലേക്ക് അധ്യാപകർ ചെയ്യേണ്ട കാര്യം
വീട്ടുജോലികളൊക്കെ കഴിഞ്ഞ് നമുക്ക് ചെയ്യാനുള്ളതൊക്കെ കഴിഞ്ഞാൽ പരമാവധി വായിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ നെറ്റ് കണക്ഷനൊക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് എല്ലാ മേഖലയിലും നമുക്ക് ആഴത്തിൽ മനസ്സിനെ കൊണ്ടുപോകാൻ കഴിയും.